ഞാൻ ആർക്കും ഞാൻ ആർക്കും ബൈഅത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. മനസ്സിലാക്കി. എന്നിട്ട് എന്നെ ചീത്ത പറയും. പിന്നെ എന്തിനാണ് ഞാൻ സുലൂക്കിതും പുറത്താക്കി കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തും. എന്നിട്ടും എനിക്ക് ഒന്നുമില്ല. എൻ്റെ ശൈലി ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് വേണ്ട. അതുപോലെ എന്ത് നഷ്ടം വന്നാലും ശരി. മനസ്സിലായ? അങ്ങനെ 1991 നൂറുൽ മശായിഖിന്റെ ഒന്നാമത്തെ ഉറുസ് മുബാറക്കിൽ വെച്ചിട്ടാണ് എനിക്കും AVK നൂറ് മുസ്ലിയാർക്കും കുന്നപ്പള്ളി മുൻഷിക്കും PK അബ്ദുറഹ്മാൻ മുസ്ലിയാർക്കും വേറെ ഒരാൾ കൂടെ ഉണ്ട്. അന്ന് എന്നോട് സൈനാരാജിന്റെ കരയിൽ ആണ് സേവനം താമസിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ എനിക്ക് വിലാപത്ത് സേവനെ കൊണ്ട് വാങ്ങിക്കും ആയിട്ട് അതിനെ ഒരുങ്ങിക്കുന്ന ഞാൻ അതിനെ നിലവിളിച്ചിട്ട് നിലവിളിക്കൊന്നും വേണ്ട. ഇങ്ങനെ എന്തെങ്കിലും തടസ്സം തന്നിട്ടുണ്ടെങ്കിൽ അന്നെ ഞാൻ സുലൂക്കിന്ന് പുറത്താക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കേട്ടുകൊള്ളുന്നു എന്ന് വളരെ ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചാലുള്ള അവസ്ഥ മനസ്സിലായി. ആ ഇതിന് വഴങ്ങിക്കൊണ്ടാണ് ഷെയ്ഖുനാന്റെ നൂറുൽ മശായിഖിന്റെ ആദ്യത്തെ ഉറൂസിന്റെ അന്ന് ദർഗന്റെ അവിടെ വെച്ചിട്ടാണ് ഖിലാഫത്ത് വരുന്നത്. എന്നിട്ടും ബഹുമാനപ്പെട്ട എന്റെ ഷെയ്ഖിന്റെ ഇന്ത്യക്കാര് വരെ ഇവിടുന്ന് വണ്ടിയില് 5-10 ആളുകളെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെല്ലാം കൊണ്ടുപോകും ബൈഅത്ത് ചെയ്യിക്കാൻ വേണ്ടി. കൊണ്ടുപോയാൽ എന്നോട് കേട്ട് പറയും, എനിക്ക് എന്തിനാ ഞാൻ ഖിലാഫത്ത് വാങ്ങി തന്നത്, എനിക്ക് ചെയ്ത് കൊടുത്തൂടെ, ഇജ്ജത്തിനെ കേട്ടുകൊണ്ടിരുന്നത്, അങ്ങനെ പലവട്ടം പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ഉദ്ദേശം എൻ്റെ ശൈലി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനൊരാൾക്ക് ബൈഅത്ത് ചെയ്ത് കൊടുത്തിട്ട് ആ സ്ഥാനം എനിക്ക് വേണ്ട. എന്ത് നഷ്ടം വന്നാലും ശരി. മനസ്സിലായ? അങ്ങനെ അമ്മയുടെ പള്ളിയിലോട്ട് അവരെ ഇന്ത്യക്കാലത്തെ ശേഷമാണ് ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് ബൈഅത്ത് കൊടുക്കാൻ ഞാൻ നിർബന്ധിതരായത്. മനസ്സിലായ? അവരാഗ്രഹമാണ്, എൻ്റെ ഷെയ്ഖിന്റെ ആഗ്രഹമാണ്. മനസ്സിലായ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ജീവിച്ചിരിക്കുന്ന കാലത്തും അവര് നമ്മളെ കൺമുമ്പിലുള്ള കാലത്ത് ഇപ്പോഴും ഒരേ അവസ്ഥയിലാണ് ഞാൻ അവരെ കാണുന്നത്. എൻ്റെ ഓരോ ഹർക്കാത്ത് സക്നത്തിലും അവരാണുള്ളത്. മനസ്സിലായ? എന്തെങ്കിലും ഒരു നന്മ അല്ലാഹു തആല ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സദഖയിലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്, എൻ്റെ അനുഭവമാണ്. മനസ്സിലായ? ഒരു പ്രശ്നം ഉണ്ടായി. ഞാനും വേറെ ഒരു 2 ലക്ഷത്തിന്റെ പ്രശ്നമാണ്, ഇടപാടാണ്. അങ്ങനെ സംഗതിയൊക്കെ ഇതായി വന്നതിന്റെ കള്ളി പൊളിഞ്ഞ് അവസാനം എന്നോട് ചോദിച്ചു, എനിക്ക് ദുന്യാവാണോ വേണ്ടത് അല്ലാഹ്നാണോ വേണ്ടത്? ഞാൻ പറഞ്ഞു, അവിടുന്ന് എന്താ തെരഞ്ഞെടുത്ത അതാണ് എനിക്ക് വേണ്ടത്, ഞാൻ കൊടുക്കുക. അതല്ല, ഞാൻ ഈ ലക്ഷത്തിന്റെ വണ്ണം കാണാനും ഞാനതിന് പിന്മാറുകയാണെങ്കിൽ എനിക്ക് തെരീക്കത്തൂല്ല, ശരിയില്ല. അല്ലാഹു കാത്തു. മനസ്സിലായി? അല്ലാഹു വലിയ ഫضലാണ് ചെയ്തത്. അതിന്റെ പേരിൽ ഒരു നഷ്ടം ദുന്യവിയായ നിലക്കും ഉഖ്റവിയായ നിലക്കും ഒരു നഷ്ടം വാർത്ത വരുത്തിയിട്ടില്ല. അത് അവരെ കമാലാണ്. മനസ്സിലായി? അത് ഉസ്താദ് പോയി സീഖ് ഉസ്താദ് തന്നെ പറഞ്ഞിട്ട് മുക്കിയാലൊന്നും ഞാൻ കയറൂല. മനസ്സിലായില്ല? ഈ തുറന്ന നാട്ടിൽ ഞാനില്ല. എന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്റെ ചെയ്യുന്നുള്ളതാണ്. മനസ്സിലായി? മഹാനായ അരിഫത്തുൽ ഗീലാനി ഇരുന്ന സ്ഥലത്താണ് ഇവരിയിരിക്കണം.
അള്ളാഹു അവരെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, മനസ്സിലായ. അപ്പൊ അവരൊക്കെ തവജ്ജുഹാണ്. ഇന്ന് എന്തൊരു പിന്നെ പരിവർത്തനം എന്നിലും എൻ്റെ പ്രവർത്തകരിലും എന്നോട് പിൻപറ്റിയവരിലുണ്ടെങ്കിൽ അതൊക്കെ അവരെ കമാലാണ്, എൻ്റെ ശൈലിൻ്റെ കമാലാണ്. അള്ളാഹു അവരെ വളർത്തി കൊടുക്കട്ടെ, അവരെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. മനസ്സിലായി. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഈ സുലൂക്കിന്റെ കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഇടമുട്ടം മുതൽ, ഇടമുട്ടത്തിന്റെ കിഴക്ക് ഭാഗത്താണ് എടത്തിരുത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുഞ്ഞമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് മറ്റേ സൈനാരാജിന്റെ കുടുംബത്തിലുണ്ട്. അവിടെ